ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയതിന്റെ സുവർണ ജൂബിലി ആഘോഷമാക്കാനൊരുങ്ങി കൊച്ചി നഗരസഭ. 1973 സന്തോഷ് ട്രോഫി താരങ്ങൾക്ക് വേദിയിൽ ആദരവ് നൽകുമെന്ന് കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ. കേരളത്തിലെ പ്രൊഫഷണൽ ടീമുകളെ ഉൾപ്പെടുത്തി ജനുവരിയിൽ ഫുട്ബോൾ മാമാങ്കം ഒരുക്കാനും തയ്യാറെടുക്കുകയാണ് കൊച്ചി നഗരസഭ. 1973 ഡിസംബർ 27-നാണ് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി എന്ന ചരിത്ര വിജയത്തിന് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് സാക്ഷിയായത്. ഡിസംബർ 27 ചരിത്ര വിജയ ദിനത്തിൽ സന്തോഷ് ട്രോഫി നേടിയതിന്റെ സുവർണ ജൂബിലി ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് കൊച്ചി നഗരസഭ. ഒരു ആശയവും അത് നടത്തണമെന്ന് നമ്മുടെ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ പരിപാടി വെച്ച് മുന്നോട്ട് വരുമ്പോൾ ചന്ദ്രനാണ് ഈ ഒരു പ്രശ്നം നമ്മുടെ ശ്രദ്ധയപ്പെടുത്തുന്നത്. കാരണം അദ്ദേഹത്തിന് കായിക കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചുകൂടെ അടുപ്പുണ്ട്. അപ്പോൾ അവരുടെ പലരുടെ ഇന്നത്തെ ജീവിതാവസ്ഥ, അവരുടെ പ്രതീക്ഷകളും ഇന്നത്തെ അവരുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അവരെ ആദരിക്കുക എന്ന് പറയുന്നത് മാരേജിനാണ് നടന്നതെന്നുള്ളതുകൊണ്ട് ആരെങ്കിലും ആ പ്രോഗ്രാം ഏറ്റെടുക്കണമെന്നുള്ളതുകൊണ്ടാണ് കൊച്ചി കോർപ്പറേഷൻ ഏതായാലും മേയർസ് തീരുമാനിച്ചുകൊണ്ടിരുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായി നൂറുകണക്കിന് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് കൊച്ചി മേയേഴ്സ് കപ്പിന് വേണ്ടിയുള്ള ടൂർണമെന്റ് വിജയകരമായി സംഘടിപ്പിച്ചു. ഡിസംബർ 27 വൈകിട്ട് 4 മണിക്ക് വർണ്ണശബളമായ സോക്കർ കാർണിവൽ നടക്കും. വൈകിട്ട് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര DH ഗ്രൗണ്ടിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ 1973 സന്തോഷ് ട്രോഫി താരങ്ങളെ ആദരിക്കും. സുവർണ ജൂബിലിയോടനുബന്ധിച്ച് കൊച്ചി മേയേഴ്സ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുത്ത് വിജയിച്ച സ്കൂൾ കോളേജ് ടീമുകൾക്കുള്ള ട്രോഫികളും ക്യാഷ് അവാർഡുകളും നൽകും. 27-ാം തീയതി 2 മണിക്കാണ്. പഴയ അനുഭവങ്ങളും ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം അത് നന്നായിട്ട് അവരുമായിട്ട് ഈ കുട്ടികൾക്ക് അവരുടെ അനുഭവങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതാണ്. ഇന്ന് 4 മണിക്ക് നേരെ സൂചിപ്പിച്ചതുപോലെ സോക്കർ കാർണിവൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ 1200-ഓളം കുട്ടികൾ അത് 10th, +2, കോളേജ് തലങ്ങളിലെ നമ്മുടെ ഈ മത്സരങ്ങളിൽ പങ്കെടുത്തിരിക്കുന്നു. 1200-ഓളം കുട്ടികൾക്ക് ജേഴ്സി നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് പിന്നീട് അത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ അവരുടെ സ്കൂളിൻ്റെയും കോളേജിൻ്റെയും പേര് വെച്ച് പ്രിന്റ് ചെയ്തിട്ടുള്ള ജേഴ്സികളാണ് കൊടുക്കുന്നത്. ഒരു സ്കൂളിന് 20 ടീം അംഗങ്ങൾ 20 ജേഴ്സി വീതം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ജേഴ്സികൾ അണിഞ്ഞുകൊണ്ട് ഈ സോക്കർ കാർണിവലിൽ വൈകിട്ട് 4 മണിക്ക് മഹാരാജാസിൽ നിന്നുള്ള സോക്കർ കാർണിവലിൽ ഈ കുട്ടികളും പങ്കെടുക്കും. അതോടൊപ്പം തന്നെ സന്തോഷ് ട്രോഫിയിലെ 73 താരങ്ങളെ നമ്മൾ ആനയിച്ചുകൊണ്ടായിരുന്നു ഈ DH ഗ്രൗണ്ടിലേക്ക്. കൊച്ചി നഗരസഭ നൽകുന്ന 1000 ഫുട്ബോൾ വിതരണത്തിന്റെ ഉദ്ഘാടനവും വേദിയിൽ നടക്കും. കൂടാതെ വിദ്യാർത്ഥികൾക്ക് 1200 ജേഴ്സികളും വിതരണം ചെയ്യും. 26 മുതൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആദ്യ വിജയം നേടിയ 1973 സന്തോഷ് ട്രോഫി താരങ്ങളും കൊച്ചിയിൽ എത്തിച്ചേരും. ഇവരുടെ കൂട്ടത്തിൽ നിന്നും വേർപെട്ടു പോയവരുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ സംബന്ധിക്കും. ടൂർണമെന്റിൽ വിജയിച്ച 60 കുട്ടികൾക്ക് തുടർച്ചയായി പരിശീലനം നൽകുമെന്നും താരങ്ങളും പുതുതലമുറ ഫുട്ബോൾ കളിക്കാരും തമ്മിലുള്ള മുഖാമുഖം പരിപാടി നഗരസഭ കൗൺസിൽ ഹാളിൽ വെച്ച് നടക്കുമെന്നും കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വർഷം കഴിഞ്ഞ് അവരെ ആദരിക്കുന്നു എന്ന് പറയുന്നത് കൊച്ചി കോർപ്പറേഷന്റെ പ്രശ്നമല്ല. അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. ഞാൻ കൊച്ചി കോർപ്പറേഷൻ മേയേഴ്സ് കപ്പ് നടത്തുന്നതല്ല വാർത്തയുടെ പ്രാധാന്യം. സന്തോഷ് ട്രോഫിയിലെ അന്ന് കളിച്ചവർക്ക് നമ്മളൊരു അംഗീകാരം കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ കുറെ സെന്റിമെന്റ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ കളിക്കാർക്ക് എല്ലാവർക്കും ഒരു സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. കാരണം അവര് അതിനെ ഇപ്പോഴും വളരെ ഡിയറായിട്ട് മനോരമയ്ക്ക് നടത്തിയിരുന്നുണ്ട്. വളരെ ഡിയറായിട്ട് അവരത് ആർട്ടി കാണുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ പുതിയ തലമുറക്കാർക്കും ഇങ്ങനെ കുറെ കളിക്കാരും ഒരു സൗകര്യമില്ലാതെ കളിച്ചാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത് എന്നൊരു തോന്നലും അവർക്കും ഉണ്ടാവുന്നുണ്ട്. അന്നത്തെ കളിക്കാർ പലരും അന്നത്തെ ഒളിമ്പിക്സിലും ഒക്കെ നമ്മുടെ പെർഫോമൻസും ഇന്ത്യയുടെ വളരെ മെച്ചു വരുന്നു. ഇപ്പൊ നമ്മൾ ഒരുപാട് സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇല്ലാതിരുന്നൊരു കാലത്ത് അവർ കൊടുത്തൊരു പിന്തുണ വളരെ വലുതാണ്. മാത്രമല്ല സന്തോഷ് ട്രോഫി അന്ന് ഇതിന്റെ മറ്റൊരു പ്രാധാന്യം, സന്തോഷ് ട്രോഫി അന്ന് കിട്ടി ആ മഹാരാജാസ് കോളേജിൽ പിന്നീട് നടന്ന മത്സരങ്ങളുടെ തുടർച്ചയാണ് നമുക്കൊരു സ്റ്റേഡിയം സത്യത്തിൽ മുഖ്യമന്ത്രി അനുവദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ മീഡിയയുടെ ഭാഗത്ത് അങ്ങനെ ഒരു സഹകരണം ഉണ്ടാകുന്നത്. കൊച്ചി മേയേഴ്സ് കപ്പിനല്ല ഇമ്പോർട്ടൻസ്, അത് നമ്മുടെ ഇവിടെ നഗരത്തിലുള്ള ഇമ്പോർട്ടൻസ് ആണ്. പക്ഷെ ഇതൊരു സന്തോഷ് ട്രോഫിക്ക് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ആദരവ് അന്നത്തെ കളിക്കാരുടെ ഭാഗത്തുനിന്ന് അവർ വരുമ്പോൾ അവർക്ക് ലഭിക്കണം എന്ന് കൂടി ഞാൻ പറ്റും. ന്യൂസ് ബ്യൂറോ കൊച്ചി. അറബിക്, ചൈനീസ്, മലായി, സ്പാനിഷ് അങ്ങനെ നമ്മുടെ കൊച്ചിക്കായലിലെ തീരത്തിന് ഇത്രയും വെറൈറ്റി ഡിഷസ് കഴിക്കാൻ പറ്റിയ സ്ഥലം സോൾട്ട് അല്ലാതെ വേറെ ഇല്ല. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സോൾട്ടിനോടൊപ്പം ആഘോഷിക്കൂ. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപുടിയൻ, പനമ്പള്ളി നഗർ.